ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ വെളിപ്പെടുത്തലുകളുമായി ഒരുപാട് വനിതകൾ രംഗത്ത് വന്നു. സിനിമാ മേഖലയിലെ ചൂഷണങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വന്നു. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെ വരെ പ്രതിസന്ധിയിലാക്കും വിധം മുൻനിര നടന്മാർക്കും എതിരെ വന്നു ആരോപണങ്ങൾ. അതേസമയം ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്നത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടി ആരോപണങ്ങളുമായി വനിതകൾ രംഗത്ത് വരുന്നത് സർക്കാർ ശ്രദ്ധിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത്തരം തുറന്നു പറച്ചിലിന് യൂട്യൂബ് ചാനലുകളോട് ആളുകൾ പണം ചോദിക്കുന്നു എന്നുള്ള വസ്തുതകളും പുറത്തു വരുന്നൊരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. സാങ്കേതികത്വം പറഞ്ഞ് തൽക്കാലം തടി തപ്പാമെന്ന സർക്കാരിന്റെ കണക്കുകൂട്ടൽ അപ്പാടെ തെറ്റിച്ച് ആദ്യ വെളിപ്പെടുത്തലുണ്ടായത് പശ്ചിമ ബംഗാൾ നടിയിൽ നിന്ന്. ആരോപണം ഉയർന്നതാകട്ടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് സർക്കാർ സംരക്ഷിച്ചു പോന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ. When he felt that I'm not protesting or I'm not doing anything, he started to play with my hair and, touching the nape of my neck. So I immediately got out of that room. I spoke to the assistant director. I called him. That guy actually, he was the one who spoke to me initially. So I said, I'm not doing this film. 2019 സിനിമാ ചർച്ചയ്ക്കിടെ രഞ്ജിത്ത് ലൈംഗിക താൽപര്യത്തോടെ സ്പർശിച്ചുവെന്നാണ് പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റം ചുമത്തി IPC 354 വകുപ്പ് പ്രകാരം എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സിനിമയിൽ അവസരം നൽകാത്തതിന്റെ നീരസമാണ് നടിക്കെന്ന് രഞ്ജിത്ത്. കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ മറ്റൊരു ലൈംഗികാതിക്രമ കേസ് കൂടി രഞ്ജിത്തിനെതിരെയുണ്ട്. നടൻ സിദ്ദിഖ് ഹീനമായി പീഡിപ്പിച്ചുവെന്ന യുവനടിയുടെ പരാതിയായിരുന്നു അടുത്തത്. ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു. 1 മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു. പുറത്തിറങ്ങി പോയ സമയത്താണ് ഇദ്ദേഹം, ഞാൻ അയാളുടെ പറഞ്ഞു, ഞാനിത് റിപ്പോർട്ട് ചെയ്യും, ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ, നീയൊക്കെ എന്താ, നീയൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ, നീ ആരോടോ പോയി പറയ്, എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കണം. IPC 376 പ്രകാരം ബലാത്സംഗം, 506 പ്രകാരം ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. യുവതി തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന സിദ്ദിഖിന്റെ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ നടനും MLAയുമായ M. മുകേഷ്, നടന്മാരായ ജയസൂര്യ, ഇടവേള ബാബു, മണിയൻ പിള്ള രാജു, കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ മാനേജർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യവിക്ഷേപം, അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വച്ച് ലൈംഗികാതിക്രമം ഉണ്ടായെന്ന തിരുവനന്തപുരം സ്വദേശിനിയുടെ പരാതിയിൽ ജയസൂര്യക്കെതിരെ മറ്റൊരു കേസ് കൂടിയുണ്ട്. സംവിധായകരായ VK പ്രകാശ്, ശ്രീകുമാർ മേനോൻ, നടൻ അലൻസീർ എന്നിവർക്കെതിരെയും വ്യത്യസ്ത പരാതികളിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിദേശത്ത് വച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്ന നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളിയെ 6ാം പ്രതിയാക്കി ഊന്നുകൽ പോലീസ് കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തു. AK സുനിലാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ് സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ നമുക്കൊരു നല്ല റോൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് നിവിൻ പോളി ഗ്യാങ് AK സുനിലിൻ്റെ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് വന്നത്. ആരോപണം വ്യാജമെന്ന് പ്രതികരിച്ച നിവിൻ പോളി നിയമ നടപടിയും തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇത് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ന്യൂസ് ഡെസ്ക് 24.